വെൽക്കം ടു എൻക്ലക്സ് വേൾഡ്. മൈ നെയിം ഈസ് സിനി ഷിജു. എൻക്ലക്സ് ആർ സെൽഫ് സ്റ്റഡി നടത്തുന്ന എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഹൈപ്പോവോളീമിയ ഓർ ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് ഓർ ഡീഹൈഡ്രേഷൻ. ഹൈപ്പോവോളീമിയ മീൻസ് ഡിക്രീസ്ഡ് ഫ്ലൂയിഡ് ഇൻ ദ ബ്ലഡ്. ബ്ലഡിനകത്ത് ഡിക്രീസ്ഡ് ഫ്ലൂയിഡ് ആകുമ്പോൾ ബ്ലഡ് വോളിയം ഡിക്രീസ് ആവും. ബ്ലഡ് വോളിയം ഡിക്രീസ് ആകുമ്പോൾ വൈറ്റൽ ഓർഗൻസിലോട്ടും അതുപോലെ തന്നെ ടിഷ്യൂസിലോട്ടുമുള്ള പെർഫ്യൂഷൻ കുറയും. അങ്ങനെ ടിഷ്യൂ മെറ്റബോളിസം ഇംപെയർഡ് ആകും. സിവിയർ ആയി കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഷോക്കിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്, അതായത് ഓർഗൻ ഫെയിലറിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഹൈപ്പോവോളീമിയയുടെ റീസൺസ് എന്ന് നോക്കാം. ഫസ്റ്റ് റീസൺ ഡിക്രീസ്ഡ് ഫ്ലൂയിഡിൻ്റെ, അതായത് പേഷ്യൻ്റ് NPOയിലാണെങ്കിൽ ഡീഹൈഡ്രേഷനുള്ള ചാൻസ് ഉണ്ട്. സെക്കൻഡ് റീസൺ ആണ് ഇൻക്രീസ്ഡ് എക്സ്ക്രീഷൻ ഓഫ് ഫ്ലൂയിഡ് ഫ്രം ദ ബോഡി. അതിന് എക്സാമ്പിളാണ് സിവിയർ ഡയേറിയ, സിവിയർ വോമിറ്റിംഗ്, ഹൈ ഫീവർ, ഡയാഫോറസിസ്, അതുപോലെ തന്നെ കിഡ്നി ഡിസീസ്, ബ്ലഡ് ലോസ്, എൻഡോക്രൈൻ ഡിസോർഡറായ ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഈ കണ്ടീഷനിലൊക്കെ പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ നിന്നും എക്സസീവായിട്ട് ഫ്ലൂയിഡ് റിമൂവ് ആയി പോവും. അങ്ങനെ പേഷ്യൻ്റ് ഡീഹൈഡ്രേഷൻ അതല്ലെങ്കിൽ ഹൈപ്പോവോളീമിയയിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഇവിടെ ബ്ലഡ് വോളിയം ഡിക്രീസ് ആണെന്ന് പറഞ്ഞു. ബ്ലഡ് വോളിയം ഡിക്രീസ് ആകുമ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് കുറയും, അങ്ങനെ ഹൈപ്പോ ടെൻഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ബ്ലഡ് വോളിയം ഡിക്രീസ് ആകുമ്പോൾ ടിഷ്യൂ പെർഫ്യൂഷൻ ഡിക്രീസ് ആയിരിക്കും. അപ്പോൾ ടിഷ്യൂസ് ഹാർട്ടിന് സിഗ്നൽ കൊടുക്കും. അപ്പോൾ ഹാർട്ട് മാക്സിമം കാർഡിയാക് ഔട്ട്പുട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ആവും, ടക്കികാർഡിയ. ഈ സെയിം തിങ് തന്നെ ലങ്സിലും സംഭവിക്കും, അങ്ങനെ ടക്കീപ്നിയ ഉണ്ടാവും. തന്നെ ഇവിടെ പുവർ സ്കിൻ ടർഗർ ആയിരിക്കും. പുവർ സ്കിൻ ടർഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ റിട്ടേൺ ഓഫ് സ്കിൻ ആഫ്റ്റർ പിഞ്ചിങ്. ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് മോസ്റ്റ് കോമൺലി ഹാൻഡിലും അബ്ഡമനിലുമാണ് ചെക്ക് ചെയ്യുന്നത്. അതേപോലെ പേഷ്യൻ്റിന് തേഴ്സ്റ്റ് ഇൻക്രീസ് ചെയ്യും, ഡ്രൈ മ്യൂക്കസ് മെംബ്രെയിൻ ആയിരിക്കും, ഡ്രൈ മൗത്ത് ആയിരിക്കും. ക്യാപ്പിലറി റീഫിൽ പ്രൊലോങ്ഡ് ആയിരിക്കും. നോർമൽ ക്യാപ്പിലറി റീഫിൽ ലെസ് ദാൻ 2 to 3 സെക്കൻഡ് ആണ്. അതിവിടെ പ്രൊലോങ്ഡ് ആയിരിക്കും. അതിനർത്ഥം ടിഷ്യൂ പെർഫ്യൂഷൻ ഡിക്രീസ്ഡ് ആണ്. അതുപോലെ തന്നെ യൂറിൻ ഔട്ട്പുട്ട് ഡിക്രീസ്ഡ് ആയിരിക്കും, ഡാർക്ക് കളർ ആയിരിക്കും. ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിന് മസിൽ വീക്ക്നെസ്സും ടയേർഡ്നെസ്സും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഹൈപ്പോവോളീമിയയുടെ സൈൻസ് ആൻഡ് സിംറ്റം. ഇനി അടുത്തത് മാനേജ്മെൻറ്റ്. ഫസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് അഡ്മിനിസ്ട്രേഷൻ. ഒന്നെങ്കിൽ ഓറലി അഡ്മിനിസ്റ്റർ ചെയ്യാം, അതല്ലെങ്കിൽ IV ഫ്ലൂയിഡ്. അതുപോലെ തന്നെ നമ്മൾ വൈറ്റൽ സൈൻസ് മോണിറ്റർ ചെയ്യണം, ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് മോണിറ്റർ ചെയ്യണം, വെയിറ്റ് ചെക്ക് ചെയ്യണം. ഡീഹൈഡ്രേഷനിൽ വെയിറ്റ് ലോസ് ഉണ്ടാവും, അതുകൊണ്ട് വെയിറ്റ് ചെക്ക് ചെയ്യണം. നോർമൽ യൂറിൻ ഔട്ട്പുട്ട് 30 to 50 ml/h ആണ്. ലെസ് ദാൻ 30 ml/h ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയാണ്. അത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ ഇൻഫോം ചെയ്യണം. പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സേഫ്റ്റി. പേഷ്യൻറ്റിന് ഹൈപ്പോ ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ പേഷ്യൻ്റ് ഡിസ്നസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പേഷ്യൻറ്റിന് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യണം. പേഷ്യൻറ്റിനോട് ഇൻസ്ട്രക്ട് ചെയ്യണം, ചേഞ്ച് ദ പൊസിഷൻ സ്ലോലി. അതുപോലെ തന്നെ ഇതിൻ്റെ കോംപ്ലിക്കേഷനാണ് ഹൈപ്പോവോളീമിക് ഷോക്ക്. ഹൈപ്പോവോളീമിയ സിവിയർ ആയി കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഷോക്കിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷനാണ്, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് മാനേജ് ചെയ്യേണ്ടതാണ്. അപ്പോൾ പേഷ്യൻ്റ് ഹൈപ്പോ ടെൻഷൻ ഉണ്ടോ, ടക്കികാർഡിയ ഉണ്ടോ എന്നുള്ളത് നമ്മൾ മോണിറ്റർ ചെയ്യണം. അപ്പോൾ പേഷ്യൻ്റ് ഷോക്കിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അവിടെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ ഇൻഫോം ചെയ്യണം. ഇത്രയുമാണ് ഹൈപ്പോവോളീമിയ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.